പ്രധാനമന്ത്രിയുടെ കേവലം 2.5 മണിക്കൂറത്തെ വിസിറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സൂപ്പർ വിസിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം $5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് UAEയും ഇന്ത്യയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അത് ഓയിൽ റിസർവ് തുടങ്ങി അങ്ങനെ പല നാനാവിധത്തിലുള്ള ഏരിയകളിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റും അത് രണ്ട് പാർട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു. ഇന്നത്തെ വേൾഡിൻ്റെ നിലവിലത്തെ സെറ്റപ്പ് അനുസരിച്ച് ഒരു സ്ട്രാറ്റജിക് മൂവാണ് മോഡി നടത്തിയിരിക്കുന്നത്. നമ്മളിത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ലോകത്ത് ഇന്ന് ഓയിൽ എന്ന് പറയുന്ന ഓയിൽ റിസർവ് ഏറ്റവും കൂടുതലുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് ഓയിൽ നാട്ടിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ നാട് തന്നെ അതൊരു സ്റ്റോറേജായി മാറാനുള്ള സാഹചര്യം ഉണ്ടായി വരികയാണ്. മോഡിയുടെ ഈ വരവ് ഇന്ത്യയുടെ എക്കണോമിയെയും അതുപോലെ തന്നെ നമ്മുടെ UAEയുടെ എക്കണോമിയെയും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതും ഒരു ലോങ് ടൈം ഗോൾസിന് വേണ്ടിയിട്ട് ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കവുമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. പല കാര്യത്തിലും മോഡിയെ നമ്മൾ എതിർക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില മൂവുകൾ അദ്ദേഹം നടത്തുന്നത് വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ അധിവസിക്കുന്ന UAE ജോലിയും ബിസിനസ്സും മറ്റുമായിട്ട് UAEയുടെ സമ്പദ്ഘടനയിൽ ഇന്ത്യക്കും അതുപോലെ UAEക്കും ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ UAEക്കും ഒരുപോലെ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വമ്പൻ കരാറുകളാണ് കേവലം 2.5 മണിക്കൂറത്തെ വിസിറ്റിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നേരിട്ട് UAEയുടെ പ്രസിഡൻറ്റ് 3 മന്ത്രിമാരടക്കം ആദ്യമായിട്ട് ആ മീറ്റിംഗ് കണ്ടാൽ അദ്ദേഹം അവർ തമ്മിലുള്ള ഒരു വളരെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു കണ്ടുമുട്ടലും കൂടിച്ചേരലുമായിരുന്നു. വളരെ സന്തോഷം തോന്നി അത് കണ്ടിട്ട്. കാരണം എപ്പോഴും നമ്മൾ മോഡിയെ കുറ്റം പറയും, പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ജയ് ഹിന്ദ്.